എടി സാറാ ഇങ്ങ് വാ, ഇങ്ങ് വാടി. പല തവണ ആളെ വിട്ടിട്ട് നീ മോളെ അയച്ചില്ല. നിന്റെ കള്ളച്ചാരായ വിൽപ്പനയ്ക്ക് തള്ളയും മോളെയും തൂക്കിക്കൊണ്ടു അറിയാഞ്ഞിട്ടല്ല, അടിച്ചതിന്റെ എല്ലിയാ ഓടിക്കും. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് മോളെ വിട്ടോ, വിടോ. എന്താ സാറേ ചേട്ടത്തി? ആ ഇൻസ്പെക്ടർ തങ്കച്ചൻ പലതവണ വന്നു ഉപദ്രവിക്കാൻ. എന്റെ മോളെ അയാൾക്ക് വേണമെന്ന്. എന്റെ കെട്ടിയും ചത്തേ പിന്നെ കഷ്ടപ്പെട്ട ഞാനും എന്റെ മോൾ ഇവിടെ കഴിയുന്നത്. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ കെട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാ കാലമാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കൂടി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന്. മറ്റൊരാളോട് എനിക്ക് പറയാനില്ല. ഞങ്ങളെ രക്ഷിക്കണം സഖാവേ. സാറേ എന്താണോ? സാറേ ഞാൻ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? അത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മുടെ സാറച്ചേട്ടത്തിന്റെ മോളില്ലേ അമ്മിണി, ഒരു രാത്രിക്ക് സാർ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ? ഒരു രാത്രി ആക്കണ്ട സാറേ, ആയിക്കോ ആയിക്കോ. ഓക്കറിത്തരം പറയാതെ ഇറങ്ങി പോടോ. ചോദിക്കാം സാറേ, ഞാൻ ഇപ്പൊ വിളിക്കാം. നാണിച്ച് നിൽക്കാൻ ഞാൻ അകത്തെ കയറി പാടി. നമ്മുടെ സാറല്ലേ, അവക്ക് ഭയങ്കര നാണം. ഇവിടെ ഒരു രാത്രി ഞാൻ സാറിന് വിട്ടുതരാം. പകരം ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സാറിന് ഭാര്യയോ മകളോ പെങ്ങളോ ആരെയെങ്കിലും ഒരു രാത്രി എനിക്കും വിട്ടുതരണം. എന്താ? പിന്നെ നീ എന്ത് കരുതാ പൊട്ടി? പോലീസാണെന്ന് കരുതി തുറയിലുള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ ഇവന് തുണി വെച്ചിട്ട് കൊടുക്കണോ? പന കഴിവണ്ട മോനെ. ശിവദാസ, എന്റെ കുടുംബത്തിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്, നാണം കെടുത്തരുത്. ഓഹോ, നാണം എന്ന് പറയുന്ന സാധനം തനിക്ക് ഉണ്ടോ? മറ്റുള്ളവർക്കും കുടുംബം താൻ ഓർക്കണം. മേലിൽ ഇത് ആവർത്തിച്ചാണ്ടല്ലോ അരിഞ്ഞുകളെ ഞാൻ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നീ എന്തിനാ പഠിക്കുന്നത്? പൊന്നു സഖാവേ അരുത്. ഈ തുറയിൽ ഒരു പെണ്ണും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കരുത്. ഇല്ല, അമ്മിണിയെ ഞാൻ കെട്ടും. കെട്ടണം. ഒരു പെണ്ണിനെ ചീത്തയാക്കിയിട്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ അപ്പനും അമ്മയും എതിർക്കുന്നതുകൊണ്ടാ. ആരെതിർത്താലും ഞാൻ കെട്ടിച്ചു തരും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഈ ഇടപാട് വേണ്ട. കമ്പനിക്ക് വേണ്ടിയെങ്കിലും അല്പം. ഇല്ല, ഞാൻ കഴിക്കാറില്ല. ഏതാ ഈ ഗസ്റ്റ് ഹൗസ്? ഉടമസ്ഥൻ ഹാഷിം ഭായ് എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്താ. പുള്ളി ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചു. വല്ലപ്പോഴും ഇവിടെ വരുമ്പോ താമസിക്കാനാ. ഫലത്തിൽ ഞാനാ താമസിക്കുന്നത്. ലിക്കർ ഷാപ്പിലെ തൊഴിൽ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞല്ലേ താൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അവർക്ക് എവിടെ? ഇപ്പോഴെത്തും. അതിൽ നേരത്തെ വന്നൊരാൾ സഖാവിനെ കാണാനായിട്ട് മുറി ഇരിപ്പുണ്ട്. ഒന്നങ്ങോട്ടെ എന്നാട്ടെ. എന്ന് തുടങ്ങിയ നിന്റെ ഈ ബിസിനസ്? നിന്നോടാ ചോദിച്ചത്? സേവിയറാണോ നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? പറയടി. അത് ഞാൻ തന്നെ. ആന്റോ എന്നെ ചതിച്ചു. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട്. കരയുന്നു? ഇങ്ങനെ നാണം കെട്ട് കണ്ടവന്റെ കിടപ്പറയെ കയറി നിരങ്ങുന്നതിനേക്കാൾ ചത്തൂടെ നിനക്ക്? ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു ധർമ്മസ്ഥാപനത്തിന്റെ മഠാധിപതിയായിരുന്ന കാലത്ത് സ്വാമി കളിച്ച കളി ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. സാറൽപ്പം തിരക്കിലാണ്. ശിവേട്ടനൊന്നും തടാൻ ഒരു ബ്ലാക്ക് ആറ്റോ ആയില്ല കേട്ടോ. മേയർ എന്ന് തുടങ്ങി പുതിയ പണി. പുറത്തേക്കു. അല്ല, ശ്രീകല മാഡം അകത്തുണ്ടായിരുന്നോ? മാഡം ഈയിടെ ഒരുപാട് പേരെ ഐസ്ക്രീം കഴിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്പം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിപ്പിക്കും. എന്തേ? ഒരു ജില്ലയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും കയ്യിലുണ്ടെന്ന് കരുതി നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാമെന്ന് കരുതി? അല്ല സഖാവേ, ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട പെണ്ണിനെ ആശയും മോഹവും കൊടുത്ത് അവിടെ ആശിപ്പിച്ച് മേലാളന്മാർക്ക് കാഴ്ചവെക്കുന്ന നിന്നെപ്പോലത്തെ പരമനാറിയ. അയ്യോ, ഒരു കുഴപ്പമില്ല. ശിവേട്ടൻ മേയർ അടിതട പഠിപ്പിച്ചോണ്ടിരിക്കുക. ഭംഗിയായി നടക്കട്ടെ ശിവേട്ട. മേയർ പണ്ടേ അടിതടയിൽ മോശമാണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. മിണ്ടിപ്പോരുത്, ശബ്ദിച്ചാ കുത്തി കീറിക്കളെ ഞാൻ. നീ ആരെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ജയചന്ദ്രനെ തന്നെ ഒരു ജോലി കിട്ടിയ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞവളല്ലേ നീ? പിന്നെ ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 9 മാസത്തെ ടെമ്പററി പോസ്റ്റിങ്ങിന് പലതവണ ഇന്റർവ്യൂവിന് പോയതാണ്. എന്നിട്ടും തന്നില്ല. പണവും ശുപാർശയുള്ളവർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഏട്ടൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഇപ്പോ നിങ്ങളുടെ സർക്കാർ വന്നപ്പോ ഞാൻ വീണ്ടും പോയി. അപ്പോ എന്നോട് DD ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? ഒരു രാത്രി ഞാൻ അയാൾക്ക് വേണ്ടി കിടക്ക വിരിക്കണമെന്ന്. എന്താ
ജോലി കിട്ടാൻ ഞാൻ അത് ചെയ്യണമായിരുന്നു ഏട്ടാ. സഖാവ് ശിവദാസ് ഇരിക്കൂ സാർ. വേണ്ട, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ സ്പെഷ്യൽ ഇന്റർവ്യൂവിന് തന്റെ ഹോട്ടൽ മുറിയിലേക്കാണോ വിളിക്കുന്നത്? ഇയാൾ എന്താ ഈ പറയുന്നത്? പറയല്ല, പ്രവർത്തിക്കും ഞാൻ. മാസാമാസം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എന്ന പ്രകാശനം നടത്തി ഇവൻ കാണിക്കുന്ന കോമാളിത്തരം ഉണ്ടല്ലോ. സ്വന്തം അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാത്ത ഇവന്റെ ഷണ്ടത്വം, അതിന് കൂട്ടു നിൽക്കാൻ നിങ്ങളെ പോലെ കുറെ അവന്മാരും. ഇനി ഇവിടെ വരുന്ന പെമ്പിള്ളേർ ആരെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് വന്നാൽ കുത്തി കീറിക്കളയും ഞാൻ. ശിവദാസ പറയുന്നേ. കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നിന്നിട്ട തൈയാണ് ഇത്. ഈ തൊടുന്നവന്റെ കൈ വെട്ടി അറിയുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഞാനാണിത് പിഴുതെടുത്തത്. ബെറ്ററാ കൈ ബെറ്ററാ. ഉദ്ദേശിച്ച് ചെയ്തല്ല ശിവേട്ട. പിന്നെ രാഷ്ട്രീയം ജനസേവനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നീയൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാ? അല്ലെങ്കിൽ തേച്ച കഥ ഷർട്ട് കൊണ്ടുവിട്ട് 5 സ്റ്റാർ ഹോട്ടലിലെ AC മുറികളിലും പാർട്ടി ഓഫീസിലും നിന്ന് പരസ്പരം കുതികാലോട്ടും പാരവെപ്പായിരുന്നില്ലേ നിന്റെ രാഷ്ട്രീയം? അധികാരം പോയാൽ പിന്നെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന നിനക്കൊക്കെ പ്രതികരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നപ്പോ ഭീഷണിപ്പെടുത്തുന്നു. ശിവേട്ട ക്ഷമിക്കണം. അങ്ങനെയെങ്കിലും പറയാതെ ഞങ്ങളിവിടെ ഒന്ന് പിഴച്ചു വിട്ടെ ശിവേട്ട. അണ്ണനെല്ലാം വെട്ടി നിർത്തിക്കോ. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഛേ, വൃത്തികേടാണ് നീ ഇവിടെ കാണിച്ചത്. തന്നെ സ്വീകരിക്കാനും ആദരിക്കാനും എത്തിയവരെ മുഴുവൻ നാണം കെടുത്തി ആ പൂമാലയൊക്കെ പിടിച്ചു വലിച്ചെറിഞ്ഞ് കളയുക. ധിക്കാരമല്ലേടോ അത്? അല്ലെങ്കിൽ തോന്നിവാസം? അതെ, ഞാൻ ധിക്കാരിയാണ്, തോന്നിവാസിയാണ്. മദ്യമാഫിയ സംഘത്തലവൻ നരേന്ദ്രനും അഴിമതി കേസിൽ പ്രതിയായ ദിവാകരനും മുൻ മുഖ്യമന്ത്രിക്ക് കിടക്ക വിരിച്ചു കൊടുത്ത ആ തേവിടിശിക്കും എനിക്ക് മാലയിടാൻ എങ്ങനെ ധൈര്യം വന്നു? എന്തിന് പാർട്ടി അത് അനുവദിച്ചു? ശിവദാസ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. കൃഷ്ണപിള്ള ദിനത്തിൽ പൗരസമിതിയാണ് നിനക്ക് അവിടെ സ്വീകരണം ഒരുക്കിയത്. പിന്നെ നീ പറഞ്ഞ മദ്യമാഫിയ സംഘത്തലവനുണ്ടല്ലോ നരേന്ദ്രൻ, അയാൾ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനയുടെ പ്രസിഡന്റാണ്. പിന്നെ അഴിമതിക്കാരനാണെന്ന് വിശേഷിപ്പിച്ച ദിവാകരനാണെങ്കിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ നേതാവും. വേറെയുണ്ട് അവന്മാർക്ക് യോഗ്യത. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതന്നെ ഇവന്മാരെ പണം കൊണ്ടല്ലേ? ശിവദാസൻ, എന്താ ശരിയല്ലേ? അവന്മാരെ ഇന്ന് പാർട്ടി പണം പിരിച്ചിട്ടില്ലേ? ഉവ്വ്, അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിനോ പാർട്ടി ഫണ്ടിനോ വേണ്ടി പിരിവെടുക്കുമ്പോ പണം തരുന്നവന്റെ തൊഴിലും സംസ്കാരവും സ്വഭാവശുദ്ധിയും ഒന്നും നോക്കാനാവില്ല. നീ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർമാരോട് നമ്മൾ പണം വാങ്ങിയിരിക്കും. പകരം അവർക്ക് പാർട്ടിയിൽ വല്ല സ്ഥാനവും കൊടുത്തിട്ടുണ്ടോ? അവിഹിതമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടോ? വേണ്ട. അവർ ചെയ്യുന്ന ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ടോ? എങ്കിലേ അത് തെറ്റാവുന്നുള്ളൂ. പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നേരത്തെ ശത്രുപക്ഷത്ത് നിന്നവരാണെങ്കിലും ആളും തരവും നോക്കി ചിലരെയെങ്കിലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ. അല്ലാതെ പാർട്ടി എങ്ങനെ വളരും? എടാ, ഇപ്പൊ നമ്മുടെ ഭരണമാണ്. ശിവദാസ് കുറെ കൂടി പക്വതയായിട്ട് വേണം പെരുമാറാൻ. ജയിലിലായിരുന്നെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങൾ പലതും നീ അറിഞ്ഞാണല്ലോ. ആ, നീണ്ട തുറയിൽ നിന്റെ സ്ഥാനത്തേക്ക് സേവറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നീ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം. അതെന്തിന്? CM-ന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശക്തനായ ഒരാൾ കൂടെ വേണം ഒരു സഹായത്തിന്. അതിന് എന്തുകൊണ്ടും യോഗ്യൻ നീയാണ്. എന്താ, നിനക്കതിന് സമ്മതമല്ലേ? പാർട്ടി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും, അതെന്തായാലും. പക്ഷെ ഒരു കാര്യം, ഭരണം കയ്യിൽ വരുമ്പോൾ പല അഴുക്കുകളും അടിഞ്ഞുകൂടും. സ്വന്തം താല്പര്യം നോക്കി മാത്രം. അവന്മാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ സഖാവ് പറഞ്ഞ പക്വത എന്നിൽ കണ്ടുവന്ന് വരില്ല. ഞാൻ പ്രതികരിക്കും വളരെ ശക്തമായി. എന്താ സാറേ പ്രശ്നം? പ്രശ്നം പറഞ്ഞാലേ നീ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് സഖാവിനെ അന്വേഷിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോ. സാധിച്ചു തരാവുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ശിവേട്ടന്റെ അടുത്ത് പറയാം. എല്ലാവരുടെയും കണ്ണീരോ പവനാരാ അവതാര പുരുഷനോ? ഇങ്ങനെ ചോദ്യവും ഉത്തരവും സാറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു അവസരം താ. തർക്കുത്തരം പറഞ്ഞു കളിക്കാൻ പോലീസ് എന്താ നിന്റെ കളിപ്പിള്ളയോ? പന്ന റാസ്കൽ. സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം വരച്ചാലുണ്ടല്ലോ നിന്റെ സഖാവിനും പണിയേണ്ടി വരും ഒരു രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷികളാവാൻ ധീരന്മാർക്കേ പറ്റൂ സാറേ. മേലിരിക്കുന്നവൻ ഒരു നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങളെ ഞാൻ ലിസ്റ്റിൽ പെടുത്തിയിരുന്നില്ല. സഹതാപമുണ്ട്. നിന്ന് പ്രസംഗിക്കാതെ കേരള ജീപ്പില് ഒരുപാട് മസിൽ പിടിക്കല്ലേ. ഈ തൊപ്പിക്കത് ദോഷം ചെയ്യും. വേണ്ട, ഈ തുറയിൽ വെച്ച് ഏതായാലും ചെയ്യണം. വേണ്ട, സാർ പോയാട്ടെ. ASP ശരത്ത് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ് ശിവദാസനും എന്നോടൊപ്പം ഉണ്ടാവും. ജീപ്പില് കേരള ജീപ്പില്.
ഞാൻ പറഞ്ഞില്ലേ വെറുതെ യൂണിഫോമിന്റെ വിലകളായിരുന്നു. ഇതിൽ ചോര പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ. പിന്നെ ആ കാട്ടുകള്ളന്മാരുടെ കൽപ്പനയനുസരിച്ചാണ് സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയതെങ്കിൽ തെറ്റി. ആ കേസിൽ ഞാനല്ല, അവനാണ് പ്രതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ.